ഹായ് ഹലോ അസ്സലാമു അലൈക്കും. റോസ്ലിയ ക്രിയേഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ ഒരു ബാങ്കിളിൻ്റെ ജ്വല്ലറി ബോക്സ് ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. നമുക്ക് അതിലേതൊക്കെ കളക്ഷൻ ഉണ്ടെന്ന് കാണിക്കാം. ഗ്യാരണ്ടി ഉള്ളതും ഉണ്ട്, ഇല്ലാത്തതും ഉണ്ട്. പിന്നെ കുട്ടികളതും വലിയവരതും എല്ലാം ഉണ്ട്. ഒക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ഞാൻ എല്ലാ മോഡലും ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ഗ്യാരണ്ടി ഉള്ളത് ഇല്ലാത്തതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റം നമുക്ക് ഗ്യാരണ്ടി ഉള്ള ടൈപ്പാണ് കേട്ടോ. 6 മാസം വരെ ഗ്യാരണ്ടി ഉള്ളതാണ്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഡിസൈനാണ്. എൻ്റെ കയ്യിലും ഇതേ ഒരു ഡിസൈനുള്ള വളയാണ് ഇട്ടുള്ളത്. ആരാ ഇതൊക്കെ സ്വർണ്ണമല്ല എന്ന് പറയാം. പക്ഷേ ഇതും അതും തമ്മിൽ ഒരു മാറ്റമില്ല. നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും. പിന്നെ സ്വർണ്ണമല്ല എന്നുള്ള അങ്ങനെയൊന്നും ആരും പറയൂല. അത്രക്കും അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഡിസൈനിൽ വന്നതാണ് ഇതും അതുപോലെ തന്നെയാണ് കേട്ടോ. ആരും പറയില്ല ഇത് സ്വർണ്ണമല്ല എന്നൊന്നും. കാരണം നല്ല അടിപൊളിയായിട്ടുള്ള നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ പാർട്ടി വെയർ ആയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എടുത്ത് വെച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷനൊക്കെ പോയി എടുത്തിട്ട് അധികം ഒന്നും വെള്ളം തട്ടാത്ത രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗിക്കാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ ഒരു 6 മാസം വരെയാണ് നമുക്ക് ആ ഗ്യാരണ്ടി പറയുന്നത്. പിന്നെ ഇത് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു കടകവളമൊക്കെ പോലെ തോന്നിക്കുന്ന ഒരു വളയാണ് കേട്ടോ. സ്റ്റോണൊക്കെ വരുന്നുണ്ട്. ഇതൊരെണ്ണം ഇട്ടാൽ മതി. നമുക്ക് അസലായിട്ട് കല്യാണത്തിനും സൽക്കാരത്തിനും ഒക്കെ പോയി വരാൻ പറ്റും. കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഫംഗ്ഷനൊക്കെ കൂടിയിട്ട് വരാൻ പറ്റും കേട്ടോ. പാർട്ടി വെയർ ആയിട്ട് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. വളമൊക്കെ ഇട്ടാലും നല്ല ഭംഗി തോന്നിക്കുന്നുണ്ട്. പിന്നെ ഇത് വന്നിട്ടുള്ള കുട്ടികളുടെ ആ ഒരു സൈസിൽ വന്നിട്ടുള്ളതാണ്. കുട്ടികൾക്കും നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇന്നിപ്പോൾ പോയാലും നമുക്ക് പേടിക്കാനൊന്നുമില്ല. പിന്നെ ഒരെണ്ണം മാത്രമേ വലിയവരുടെ സൈസിൽ അത് വരുന്നുള്ളൂ കേട്ടോ. ഈ ഒരു ഡിസൈന് വരുന്നുള്ളൂ. ഈ ഒരു ഐറ്റം നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു ഐറ്റം മാത്രം. ഇപ്പോൾ 4-5 ഒരുമിച്ച് ഇടുന്നവരുണ്ടാവുമല്ലോ, അങ്ങനത്തെവർക്കൊക്കെ പറ്റിയ ഒരു ഡിസൈനാണ് കേട്ടോ അത്. ഇതുണ്ടോ, കുറേ വള ഒരുമിച്ച് ഇടുമ്പോൾ നല്ല രസമായിരിക്കുമല്ലോ. അങ്ങനത്തെ ഒരു വളയാണ് കേട്ടോ അത്. ഇതൊക്കെ കുറഞ്ഞ വിലയുള്ളൂ കേട്ടോ. അപ്പോൾ റേറ്റും കാര്യങ്ങളും ഞാൻ ഇതിൽ പറയുന്നില്ല. കാരണം റീസെല്ലേഴ്സ് എൻ്റെ ഗ്രൂപ്പിലുള്ളതുകൊണ്ടിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടാവും ഞാൻ റേറ്റ് ഈ ഒരു വീഡിയോയിൽ പറയുമ്പോൾ. അതുകൊണ്ടിട്ട് റേറ്റ് പറയുന്നില്ല. ഇതും കുട്ടികളുടെ സൈസിലാണ് കേട്ടോ വരുന്നത്. 2 കമ്പിൻ്റെ ഇടയിൽ ഒരു സ്റ്റോൺ വരുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഒറിജിനലായിട്ട് നമുക്ക് സ്വർണ്ണം തോന്നിക്കുന്ന ഒരു ഡിസൈനാണ്. പിന്നെ വന്നിട്ടുള്ളത് ഇതും ഒരു കുട്ടികളുടെ ഒരു ടൈപ്പിൽ വരുന്നതാണ്. ഇതൊക്കെ ഗ്യാരണ്ടി ഉള്ളതാണ് കേട്ടോ. ഒരു പിരിഞ്ഞിട്ടുള്ളൊരു മോഡലാണ് ഇത് വന്നിട്ടുള്ളത്. അതും കുട്ടികളുടെ സൈസിലാണ് വരുന്നത്. ഒരു 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ചെറിയ കുട്ടികളതുകൊണ്ട് അതുപോലെ വലിയ കുട്ടികളതുകൊണ്ട്. ഇതിലൊക്കെ ഏതെങ്കിലും ഐറ്റംസുകൾ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. അല്ലെങ്കിൽ എൻ്റെ സൈറ്റ് ഉണ്ട്, പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സൈറ്റ് ഉണ്ട്, അതിൽ ചെക്ക് ചെയ്താലും മതി കേട്ടോ. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. ഇത് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വളയാണ് കേട്ടോ. കാരണം ഒരു സ്റ്റോണും അതുപോലെ ഒരു ട്യൂബ് ബീഡ്സൊക്കെ വരുന്ന ഒരു വളയാണ്. ഇതും കുട്ടികളുടെ ഒരു സൈസിലാണ് വരുന്നത്. ഒരു 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു വളയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഈ ഒരു മോഡൽ അടിപൊളിയാണ് കേട്ടോ. കാരണം നമുക്ക് ഒരെണ്ണം ഇട്ടാൽ മതി. ഒരു 3-4 ഇട്ടൊരു ഫീലാണ് ഉണ്ടാവുക. കാരണം ഒരു ഡിസൈനിൽ തന്നെ 3 വള വരുന്ന ഒരു രീതിയിലാണ് ഇതുള്ളത്. കണ്ടോ, ഒരു ഭാഗം ഒരു ഒട്ടിച്ച ടൈപ്പിലുള്ളതാണ്. ഒരൊറ്റ വള തന്നെ. ഇത് ഇട്ടാൽ തന്നെ നമുക്ക് എന്താ പറയുക, കയ്യിലേക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. ഒരൊറ്റ വള തന്നെ മതി. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതിനും ഗ്യാരണ്ടി ഉള്ള ടൈപ്പ് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇനിയും നിങ്ങൾക്ക് വേറെ മോഡൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എന്ത് മോഡലാണോ ഇനി കൊണ്ടുവരേണ്ടതെന്നുള്ളത്. കുറച്ച് പേര് എന്നോട് ഓരോന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ശ്രമിക്കുന്നുണ്ട് അത് കിട്ടുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതൊക്കെ നമുക്ക് ആൻറ്റി ടാർണിഷിൽ വരുന്നത് തന്നെയാണ്. പെട്ടെന്നൊന്നും കളർ പോവാത്ത ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ളതാണ് കേട്ടോ.
അപ്പോൾ ഇതൊക്കെ കെയർ ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റും. ഇത് ഞാൻ മുന്നേ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബാലൻസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതിൻ്റെ കൂടെ തന്നെ വെച്ചത് കേട്ടോ. ഇത് ഗ്യാരണ്ടി ഉള്ളതല്ല, എന്നാലും പെട്ടെന്നൊന്നും കളറൊന്നും പോകില്ല. ഇതുവരെ കംപ്ലൈൻ്റ് ഒന്നും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. നല്ല അടിപൊളി സാധനം തന്നെയാണ്. പിന്നെ ചിലർക്ക് എങ്ങനെ വളൻ്റെ സൈസ് എങ്ങനെ എടുക്കണമെന്നൊന്നും അറിയില്ല. ചിലർ ചുറ്റളവൊക്കെ നോക്കിയിട്ട് എന്നോട് പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു വളൻ്റെ 6 സൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 6 സൈസ് വളയൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ വളൻ്റെ അളവ് ഞാൻ ഇതിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഇത്ര വയസ്സിൽ ഉള്ള കുട്ടിക്കുള്ള വള ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ വയസ്സ് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക്. കാരണം എൻ്റെ മോൾക്ക് 8 വയസ്സാണ്. അത് 4 വയസ്സായ കുട്ടീൻ്റെ അവളെ കയ്യിലേക്ക് പോകും. അപ്പോൾ വയസ്സ് നോക്കിയിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അതുകൊണ്ടിട്ട് നമുക്ക് അളവ് നോക്കിയിട്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് അളവ് എടുക്കുന്ന രീതി എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. എന്നിട്ട് ആ ഒരു അളവിൽ എന്നോട് പറഞ്ഞാൽ മതി ഈ സൈസ് ഇത്രയാണെന്നുള്ളത്. ഇപ്പോൾ ഇത് ചെറിയൊരു കുട്ടീൻ്റെ വളയാണ്. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് 1 ഇഞ്ചാണിത്. അത് കഴിഞ്ഞിട്ട് 1, 2, 3, 4 അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ വരകളുണ്ടല്ലോ. അപ്പോൾ ആ വര നോക്കിയിട്ടാണ് നമ്മൾ പറയേണ്ടത്. ഇതിപ്പോൾ 1, 2, 3, 4 1 മുതൽ 4 വരെയാണ് ഇതിൻ്റെ ഒരു വര വരുന്നത്. അപ്പോൾ 1, 4 ഈ ഒരു വളൻ്റെ സൈസ്. അപ്പോൾ നമ്മുടെ മക്കളെ വള എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ടാപ്പ് വെച്ചിട്ട് എത്രയാണോ ആ സൈസ് വരുന്നത് അതാണ് നമുക്ക് കാണിക്കേണ്ടത് കേട്ടോ, പറഞ്ഞു തരേണ്ടത്. ഇപ്പോൾ ഈ ഒരു വളൻ്റെതാണെങ്കിലും ഞാൻ പറഞ്ഞത് ഇത് കുറച്ചും കൂടെ വലിയൊരു കുട്ടികളുടെ. അപ്പോൾ ഇത് 2 ഈ 2 കഴിഞ്ഞിട്ട് 1 കൂടെ വന്നിട്ടുണ്ട് ആ വരൻ്റെ അവിടെ. അപ്പോൾ 2, 1 ഈ ഒരു വളൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഈ 2, 1 എന്നുള്ള 2 പറഞ്ഞാലും മതി. കാരണം അതിൻ്റെ ട്യൂബും അതിൻ്റെ ഡിസൈനൊക്കെ വരുന്ന സ്ഥലമാണ് ഈ 1 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അളവെടുത്തിട്ട് എനിക്ക് അതിൻ്റെ സൈസ് പറഞ്ഞുതരാം. എന്നാൽ എനിക്ക് അയച്ചു തരാൻ പറ്റും. അല്ലാതെ വയസ്സിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് അളവ് നോക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല. കാരണം നമുക്കറിയില്ല നിങ്ങളെ മക്കളെ സൈസ് എത്രയാണെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ റീസെല് ചെയ്ത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെറിയൊരു വരുമാനം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. റീസെല്ലർ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയാനുള്ളത്, പുതുതായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടെ ചെയ്യുക. എന്തെങ്കിലും സജഷനിൽ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.